ഹായ് ഫ്രണ്ട്സ്, പൊന്നൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സുനിഷ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് പച്ചക്കറി കൊണ്ടുള്ള ഒരു സൂപ്പാണ്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെജിറ്റബിൾ സൂപ്പാക്കാൻ ഞാൻ ഇത്രയും പച്ചക്കറിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്തുകയും ചെയ്യാം. ഞാനിവിടെ ക്യാരറ്റ്, ക്യാബേജ്, പയർ, ബീൻസ്, കുമ്പളങ്ങ, പിന്നെ വലിയ ഉള്ളി, വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി സോസ് തയ്യാറാക്കാൻ ആവശ്യമായ പാത്രം അടുപ്പിൽ വെച്ച് അത് ചൂടായ ശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ചൂടായ ബട്ടറിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടുന്നത് വരെ ഇളക്കി കൊടുക്കണം. ബട്ടറായാലും നെയ്യായാലും ഓയിലായാലും എന്തും തന്നെ അധികം എടുക്കാൻ പാടില്ല. കുറച്ച് മാത്രമേ എടുക്കാവൂ. അല്ലെങ്കിൽ സോസിൻ്റെ മുകളിൽ എണ്ണ ഇങ്ങനെ പൊന്തി നിൽക്കും. അതുപോലെ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും അധികം വേണ്ട. പച്ചക്കറി എടുക്കുന്ന അത്രയൊന്നും ഉള്ളിയും വെളുത്തുള്ളിയും എടുക്കരുത്. ഉള്ളി വാടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് എല്ലാ പച്ചക്കറിയും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം, ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നോക്കിയിട്ട് പിന്നെ ഇടുകയും ചെയ്യാമല്ലോ. പിന്നെ കുറച്ചൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് കുറച്ചൊന്ന് വേവുന്നത് വരെ കാത്തു നിൽക്കാം. പച്ചക്കറിയൊക്കെ ഇപ്പോൾ വെന്ത് കഴിഞ്ഞു. വെന്ത് ഉടയാനൊന്നും വെക്കരുത്. അതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു കട്ടിക്ക് വേണ്ടിയിട്ടാണ് അത് ഒഴിക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല. അതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങ നീര് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതും നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഒരു പുളി, ഒരു ടേസ്റ്റ് ആയിരിക്കും. ഒരു നാരങ്ങ ഫുള്ളൊന്നും ഒഴിക്കേണ്ട, കുറച്ച് മതി. അതിന് ശേഷം വേണമെങ്കിൽ ഉപ്പും കുരുമുളകൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എല്ലാം പാകമായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു.
ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരുടെയും അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. താങ്ക്സ്.